Welcome to Homemade. ഹലോ വെൽക്കം ടു ഹോം മെയ്ഡ്. ഞാൻ രമ്യ സുർജിത്ത്. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു തോരനാണ്. ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. 2-3 സാധനങ്ങൾ ചേർത്തിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. മുരിങ്ങപ്പൂവും ഉരുളക്കിഴങ്ങും അതുപോലെ മുട്ടയും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു തോരനാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ആദ്യം നമുക്കൊരു പാൻ ചൂടാക്കാൻ വയ്ക്കാം. അതിനകത്തേക്ക് 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് 1-2 വറ്റൽമുളക് 2-3 മുറിച്ച് നമുക്കതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കടുക് താളിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഞാൻ ഒരു ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഒരു മീഡിയം വലുപ്പത്തിൽ ഒരു ഉരുളക്കിഴങ്ങ് ചെറിയ പീസായിട്ട് നല്ല ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴാണ് ടേസ്റ്റ്. വലിയ പീസായിട്ട് ഇട്ടാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയും ടേസ്റ്റ് വരില്ല. അപ്പോൾ ചെറുതായിട്ട് ഇതുപോലെ മുറിച്ചെടുത്തതിന് ശേഷം അതിനകത്തേക്ക് നമുക്കൊരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമുക്ക് ഈ ഉരുളക്കിഴങ്ങാണെന്ന് കുറച്ച് വേവിച്ചെടുക്കേണ്ടത്. ഒരു പകുതി മുക്കാൽ വേവോളം നമുക്ക് ആദ്യം ഉരുളക്കിഴങ്ങ് വേവിക്കണം. അല്ലെങ്കിൽ പിന്നെ ഉരുളക്കിഴങ്ങ് മാത്രം വേകാതെ കിടക്കും. അപ്പോൾ ആ ഉരുളക്കിഴങ്ങിൽ പിടിക്കാൻ മാത്രമുള്ള കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. 1/4 കപ്പ് വെള്ളം മതിയാകും കേട്ടോ. ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. അതിനുശേഷം തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്കിത് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. നല്ല വേവാകണ്ട, ഒരു 1/4 ഭാഗം വേവാകുന്നവരെ നമുക്ക് വേവിക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒരു 1/4 ഭാഗം വേവായിട്ടുണ്ട്. ഒന്ന് പ്രസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ചെറുതായിട്ട് പൊടിഞ്ഞു വരുന്ന ഒരു കണ്ടീഷൻ ആകുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്ക് മുരിങ്ങപ്പൂ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ കുറച്ച് മുരിങ്ങപ്പൂവാണ് കിട്ടുന്നത്. അപ്പോൾ ഒരു 3-4 ദിവസം എടുത്തു വെച്ച മുരിങ്ങപ്പൂവാണിത്. അപ്പോൾ ഒരു 2 കപ്പോളം മുരിങ്ങപ്പൂവ് കിട്ടിയിട്ടുണ്ട്. ഇത് അങ്ങനെ കൊഴിഞ്ഞു വീണ് പോകുന്ന പൂവാണ്. അപ്പോൾ നമ്മളത് വല്ല ഷീറ്റോ വല്ലോ മരത്തിനടിയിൽ ഇട്ട് കൊടുത്താലും മണ്ണ് പറ്റാതെ നല്ല നീറ്റായിട്ട് നമുക്ക് പൂവ് പെറുക്കിയെടുക്കാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ കയ്യെത്തും ദൂരത്താണെങ്കിൽ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റായിട്ടോ മുരിങ്ങപ്പൂ തോരൻ കഴിക്കാനായിട്ട്. അപ്പോൾ ഈ മുരിങ്ങപ്പൂവും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് വാട്ടിയെടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 1 മിനിറ്റും കൂടെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഒത്തിരി നേരമൊന്നും വെക്കേണ്ട. മുരിങ്ങപ്പൂ പെട്ടെന്ന് വാടി കിട്ടും. അപ്പോഴേക്കും നമ്മുടെ ഉരുളക്കിഴങ്ങും ഒരു പാകത്തിന് കറക്റ്റായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒരു 1 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുക. മുരിങ്ങപ്പൂ വാടി വരുമ്പോൾ അതങ്ങ് ചൊങ്ങിപ്പോവും. അപ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. പക്ഷേ നല്ല ടേസ്റ്റാണ്. കുറച്ചേ ഉള്ളെങ്കിലും ആ മുരിങ്ങപ്പൂവിൻ്റെ ഫ്ലേവർ എല്ലാം കറിയിൽ നന്നായിട്ട് കിട്ടും. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടുതൽ വേണ്ട, കാരണം നമ്മൾ ഇതിനകത്ത് ഇനി മുട്ടയും കുരുമുളകും എല്ലാം കൂടെ ചേർക്കുന്നുണ്ട്, കുരുമുളക് പൊടിയും കൂടെ. അപ്പോൾ കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് വേണം മുന്നിൽ നിൽക്കാനായിട്ട്. വേണമെങ്കിൽ ഒരു പച്ചമുളകും ചേർത്ത് കൊടുക്കാം, കുഴപ്പമില്ല. എരിവിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. എന്തായാലും മുളക് പൊടി അധികം ചേർക്കണ്ട. കുരുമുളകോ പച്ചമുളകോ കൂടുതൽ ചേർക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ആ നടുക്ക് ഭാഗത്തുനിന്ന് എല്ലാം ഒന്ന് സൈഡിലേക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം അതിനകത്തേക്ക് 1-2 സ്പൂൺ എണ്ണ കൂടെ ചേർത്ത് കൊടുക്കുക. നമുക്കിനി ഇത് മുട്ടയും കൂടി ഇതിൻ്റെ കൂടി ഇട്ട് ചിക്കി എടുക്കേണ്ടതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നടുക്കോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാൻ പറഞ്ഞത്. അപ്പോൾ ഒരു 2 കോഴിമുട്ട ഞാനൊരല്പം കുരുമുളക് പൊടി ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം നടുക്കോട്ട് തന്നെ ഒഴിക്കുക. അതൊന്ന് ചെറുതായിട്ട് മൂത്ത് തുടങ്ങുമ്പോഴേക്കും നമുക്കിത് മിക്സ് ചെയ്യാം. ചെറുതായിട്ട് ചൂടായി തുടങ്ങുമ്പോൾ ഇതുപോലെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒത്തിരി അങ്ങ് വെന്ത് വരാൻ വെയിറ്റ് ചെയ്യരുത്. അപ്പം മുരിങ്ങപ്പൂവിലും ഉരുളക്കിഴങ്ങിലേക്കും ഒന്ന് നന്നായിട്ട് മുട്ട അങ്ങ് കോട്ടായി കിട്ടില്ല, പിടിച്ച് കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ ഇതുപോലൊന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് അതിൻ്റെ എല്ലാത്തിലും മുട്ടയുടെ ടേസ്റ്റ് പിടിച്ച് കിട്ടും. അല്ലെങ്കിൽ മുട്ട ഇങ്ങനെ സെപ്പറേറ്റ് ആയി കിടക്കുന്ന പോലെ നമുക്ക് തോന്നും. അതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പം നന്നായിട്ട് ഇതങ്ങോട്ട് ചിക്കി എടുക്കുക. അപ്പോൾ നമ്മൾ മുട്ടയിലും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങിലും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുരിങ്ങപ്പൂവിൽ പ്രത്യേകിച്ച് ചേർക്കേണ്ട കാര്യമില്ല. പിന്നെ നന്നായിട്ട് ഇതുപോലെ ചിക്കിയതിന് ശേഷം പോരെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എല്ലാത്തിലും കുറേശ്ശെ ചേർത്തുകൊണ്ട് പോരായിരുന്നു, കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം.
തീ ഒരു മീഡിയം സൈസിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിനകത്തേക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുക. തേങ്ങ അങ്ങനെ ഫ്രഷ് ആയിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. ഇത് അരയ്ക്കാനോ ചതയ്ക്കാനോ ഒന്നും പോകണ്ട, അങ്ങനെ തന്നെ തേങ്ങ ഇട്ട് കൊടുക്കുക. അതാ ടേസ്റ്റ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഈ ഒരു തോരൻ മാത്രം മതി, നമുക്ക് ചോറിന് വേറെ കറിയൊന്നും വേണ്ട. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പുതിയ പുതിയ വീഡിയോസായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.